അതുകൊണ്ട് വ്യവസ്ഥകൾ എന്തെല്ലാമായിരിക്കും, എന്തെല്ലാമാണ് അതിൻ്റെ ഉപാധികൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത ആവശ്യമുണ്ട്. ആ വ്യക്തത ഇല്ലാതെ അതേപ്പറ്റി 8-1 മുറി 2 എന്ന മട്ടിൽ പറയാൻ കഴിയുകയില്ല. മൂലധന നിക്ഷേപത്തിനെതിരല്ല, വ്യവസ്ഥകൾ കാണണം. ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. വികസനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഇന്ത്യയിൽ തന്നെ മൂലധനത്തിന് വേണ്ടിയേ മതിയാകും. പക്ഷേ ഏത് മൂലധനം, എന്ത് ടെക്നോളജി, നമുക്കില്ലാത്ത ടെക്നോളജി വരുമോ, അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടാകും, സമൂഹത്തിൻ്റെ പൊതുപുരോഗതിക്ക്, ജനജീവിതത്തിന് അത് ഗുണകരമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും അതിനോടുള്ള നിലപാട്. ഈ ടോൾ ചുമത്തുന്നതിനെ കുറിച്ച് പുതിയ സമീപനത്തോട് എന്താണ് പറയാനുള്ളത്? അത് കൂടുതൽ പരിശോധിക്കേണ്ടി വരും. കാരണം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം മുടങ്ങാൻ പാടില്ല. കിഫ്ബി മുടങ്ങിയാൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വഴി മുടങ്ങി പോകും. അതുകൊണ്ട് കിഫ്ബിക്ക് സ്തംഭനം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഘടകം. നോക്കാം. ഡോൺ ബി ഇൻ എ ഹറി, നോക്കാം. ശരി, ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്.